يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم سلمنا وسلم أهلنا من آفات الدارين وارزقنا سعادات الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربياني صغيرا. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خلقه سيدنا محمد. പരിപാടി സ്വാഗത പ്രഭാഷണം നടത്താൻ വേണ്ടി മഹല്ല് ജോയിന്റ് സെക്രട്ടറി മജീദ് തുറന്നാൾ അവർ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പെരിങ്ങത്തൂർ ജമാഅത്ത് പള്ളി മഹല്ല് ജമാഅത്ത് ശൈഖ് ഖലീൽ കൂഫി തങ്ങളവരുടെ ഉറൂസ് മുബാറക്കിന്റെ 3-ാം ദിവസമായി ഇവിടെ നടത്തപ്പെടുന്നത് ഖസമത്തുൽ ഖുർആൻ ദുആ സദസ്സ് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി ഇവിടെ വേദിയിൽ ബഹുമാനപ്പെട്ട പ്രഭാഷകൻ ഷമീർ ദാരിമി ഏതാനും സമയത്തിനുള്ളിൽ ഇവിടെ എത്തുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇവിടെ വേദിയിൽ സന്നിധരായ ഉലമാക്കൾ, ഉമറാക്കൾ, മറ്റു നേതാക്കന്മാർക്കെല്ലാം സഹോദരി സഹോദരന്മാർ മറ്റെല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട എ നാസർ, റേഞ്ച് മദ്രസ മാനേജ്മെന്റ് പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ പേരിലും കമ്മിറ്റിയുടെ പേരിലും ഹാർദമായ സ്വാഗതം. ഈ പരിപാടിയിൽ ആശംസാ പ്രസംഗം നടത്തുന്നത് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ തങ്ങൾ, കാസിം ഉസ്താദ്, നവാസ് വാഫി. എല്ലാവർക്കും ഈ കമ്മിറ്റിയുടെ പേരിലും എന്റെ സ്വന്തം പേരിലും സ്വാഗതം അർപ്പിക്കുന്നു. ഈ സ്റ്റേജിൽ സന്നിധ്യമായ കൗളതിൽ കുഞ്ഞുമൂസ, റൌഫ് തങ്ങൾ, പറമ്പത്ത് മഹമ്മൂദ്, മുനീർ വയലാത്ത് പിടികൽ, റഹീം കുനിയൽ, സലീം തൈയുള്ളതിൽ, സിദ്ദീഖ് പാലന്തലക്കൽ, നൂറുദ്ദീൻ മുലക്കാൽ, ഫായിസ് പറമ്പത്ത്, ഹംസ MPK. എല്ലാവർക്കും എന്റെ പേരിലും കമ്മിറ്റിന്റെ പേരിലും ഹാർദമായ സ്വാഗതം. ഇൻഷാ അല്ലാഹ് പരിപാടി തുടങ്ങുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ വേണ്ടി മഹല്ല് ട്രഷറർ അസീസ് കൊണ്ടേത പ്രവേശിക്കുന്നു. ബഹുമാനപ്പെട്ട ഉംറകളെ, ഉസ്താദന്മാരെ, ഈ വേദിയിൽ ഇവിടെ അനുഷ്ഠിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ഈ യോഗം ഉദ്ഘാടനം നിർവഹിക്കുന്ന പ്രിയപ്പെട്ട എ നാസർ സാഹിബ്, അതുപോലെ തന്നെ ഈ യോഗത്തിൽ ആശംസകൾ പറയുന്ന പ്രിയപ്പെട്ട റൌഫ് തങ്ങൾ, മുനീർ വയലാത്ത്, റഹീം കുനിയൽ, സലീം തയ്യുള്ളതിൽ, സിദ്ദീഖ് പാലന്തലക്കൽ, നൂറുദ്ദീൻ മുലക്കാൽ, ഫായിസ് പറമ്പത്ത്, ഹംസ MPK. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് കാസിം ഉസ്താദ്, നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർ സൈനുദ്ദീൻ തങ്ങൾ, നവാസ് വാഫി, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഷമീർ വാഫി കൊല്ലം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പെരിങ്ങത്തൂർ ഷെയ്ഖ് ഖലീൽ കൂഫി അവരുടെ മക്കാം ഉറൂസിന്റെ 3-ാം ദിവസത്തിന്റെ തുടക്കമാണ് ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഈ 2 ദിവസം നടത്തപ്പെട്ട 2 പരിപാടികൾ ഇവിടെ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയ പരിപാടികളാണ്. ഒന്ന് ലഹരി വിരുദ്ധ ക്ലാസ്,
അതുപോലെ തന്നെ മറ്റൊന്ന് കരിയർ ഗൈഡൻസ് ക്ലാസ്, രണ്ടും തന്നെ വളരെയധികം ജനശ്രദ്ധ പിടിച്ചു പറ്റി നല്ല അഭിപ്രായമാണ് ജനങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉറൂസുമായി ബന്ധപ്പെട്ട് ഈ 3 ദിവസം നടക്കുന്ന പ്രഗത്ഭരായ പ്രാസികന്മാർ ഈ വേദിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒക്കെ വളരെ നല്ല നിലയിൽ ഗാംഭീര്യമായി നല്ല നിലക്ക് കഴിഞ്ഞുകൂടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എത്തിക്കട്ടെ. ആമീൻ. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. കാരണം നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ പ്രാസികൻ ബഹുമാനപ്പെട്ട ഷമീർ ദാരിമി കൊല്ലം അവരുടെ പ്രസംഗം കേൾക്കാനാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. നമുക്ക് ഇന്ന് യശാബാഗ് കൊടുക്കുമ്പോഴത്തേക്ക് ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഇ നാസർ സാഹിബ് അവരെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉറൂസ് മുബാറക്കിന്റെ 3-ാം ദിവസം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി റേഞ്ച് മദ്രസ മാനേജ്മെന്റ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട EN സർവറുകളെ ക്ഷണിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പെരിങ്ങത്തൂർ മഹൽ ജമാഅത്തിന്റെ ട്രഷറർ കൂടിയായിട്ടുള്ള കുന്നോത്ത് അസീസ് സാഹിബ്, ഇവിടെ സ്വാഗതം ആശംസിച്ച മഹലിന്റെ ജോയിന്റ് സെക്രട്ടറി മജീദ് തുറങ്ങാൾ, വേദിയിൽ ഉപയോഗിച്ചായിട്ടുള്ള ബഹുമാന സൈനുദ്ദീൻ തങ്ങൾ, കാസിം ഉസ്താദ്, നവാസ് വാഫി, ബഹുമാന റൌഫ് തങ്ങൾ, പറമ്പത്ത് മഹമ്മൂദ്, മുനീർ വയലാത്ത് വീട്, സിദ്ദീഖ് ബാലൻ തലക്കൽ തുടങ്ങിയ ഉസ്മാനിക്ക ഉൾപ്പെടെയുള്ള വേദിയിൽ ഉപയോഗിച്ചായിട്ടുള്ള മഹൽ വ്യക്തിത്വങ്ങളെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഷെയ്ഖ് അലിൽ കുഫി അവരുടെ ഈ പ്രാവശ്യത്തെ ഉറൂസിന്റെ 3-ാം ദിവസമാണ് ഇന്ന്. നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2 ദിവസങ്ങളിലും പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത നല്ല പരിപാടികളാണ് നടന്നിട്ടുള്ളത്. ഇന്നത്തെ ഈ പരിപാടിയിലെ മുഖ്യ പ്രഭാഷകൻ ബഹുമാന ഷമീർ ദാരിമി കൊല്ലം ഏതാനും നിമിഷങ്ങൾക്കും ഇവിടെ എത്തിച്ചേരും. അലിൽ കുഫി അവരുടെ ഉറൂസ് മുബാറക്ക് എല്ലാ വർഷവും മഹല്ല് ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരാഴ്ചയോളം നീണ്ടുനിൽക്കുന്ന പരിപാടിയായിട്ടാണ് നടത്തപ്പെടുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു മഹാത്മാവിന്റെ ഉറൂസ് കൊണ്ടാടുക എന്നുള്ളത് ആ മഹനീയ വ്യക്തിത്വത്തെ ഓർമ്മപ്പെടുത്തലാണ് അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്നത്. അലിൽ കുഫിയെ പോലുള്ള സൂഫി വര്യനായ മഹാന്റെ പാദസ്പർശനമേറ്റ ഒരു പ്രദേശം എന്ന നിലയിൽ തന്നെയാണ് പെരിങ്ങത്തൂര് പുറം ലോകത്ത് അറിയുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പെരിങ്ങത്തൂര് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായിരുന്നാലും അലിൽ കുഫിയുടെ നാട് എന്ന നിലക്ക് തന്നെയാണ് മുസ്ലിം ലോകത്ത് പ്രത്യേകിച്ചും നമ്മുടെ പ്രദേശം അറിയപ്പെടുന്നത്. അങ്ങനെ അറിയപ്പെടുന്ന ഒരു പ്രദേശമായി ഈ പ്രദേശം മാറിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ ഒരു ആസ്ഥാന പ്രദേശമായി ഈ പ്രദേശത്തിന് മാറാൻ കഴിഞ്ഞത് ഷെയ്ഖ് അലിൽ കുഫിയുടെ സാന്നിധ്യമാണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇസ്ലാമിന്റെ ആവിർഭാവ കാലത്ത് തന്നെ ഇസ്ലാമിക പ്രബോധനവുമായി നമ്മുടെ സംസ്ഥാനത്തേക്ക്, കേരളത്തിലേക്ക് ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങൾ എത്തിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിലും അതുപോലെ കുഞ്ഞിപ്പള്ളിയിലും ഒക്കെ
അത്തരം മഹാന്മാര് അന്തി ഉറങ്ങുന്നുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അവരൊക്കെ ഇവിടെ വന്ന് അവരുടെ ജീവിതം കണ്ട് ആ വ്യക്തിത്വത്തിൽ അല്ലെങ്കിൽ അവരുടെ വ്യക്തി ജീവിതത്തിൽ അഗ്രസ്റ്റരായിക്കൊണ്ടാണ് ഇസ്ലാമിയുടെ വികാസം പ്രാപിക്കുന്നത്. അലിൽ കൂഫി നമറല്ലാഹു മർക്കദു അവർകളും ഇവിടെ ജീവിച്ചപ്പോ ഇവിടെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവര് അധികം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെയുള്ള മഹാന്റെ ഇവിടുത്തെ ജീവിതകാലത്ത് അവരുടെ ജീവിത വിശുദ്ധിയും ഈമാനും അതുപോലെ തന്നെ അന്യ മതസമൂഹത്തോടൊക്കെയുള്ള പെരുമാറ്റവും ഒക്കെ അതിലൊക്കെ അഗ്രസ്റ്റരായിക്കൊണ്ട് കൂടുതൽ ആളുകൾ ഇസ്ലാമിന്റെ പാതയിലേക്ക് വന്നു എന്നുള്ളൊരു ചരിത്രമാണ്. അപ്പോൾ നമ്മൾ കാണേണ്ടത് അലിൽ കൂഫിയിൽ ആകൃഷ്ടരായിക്കൊണ്ടാണ് ഇസ്ലാമിന്റെ വികാസം പ്രാപിച്ചതെങ്കിൽ അതേ രീതിയിൽ തന്നെ അതേ പാതയിലൂടെ സഞ്ചരിക്കേണ്ടവരാണ് നമ്മളൊക്കെ. അലിൽ കൂഫിയെ പോലുള്ള മഹാന്മാരായ മഹത്തുക്കളുടെ സാന്നിധ്യം കൊണ്ടും അവരുടെ പെരുമാറ്റം കൊണ്ടും അവരുടെ ഇടപെടലുകൾ കൊണ്ടും ഒക്കെ അന്യമത വിശ്വാസികൾ പോലും അവരിൽ ആകർഷകരായിട്ട് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് അവിടെ പിന്മുറക്കാരായിട്ടുള്ള നമ്മുടെ ജീവിതം കണ്ടാൽ ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഇസ്ലാം സമ്പൂർണമാണ്. അലിൽ കൂഫിയുടെ കാലത്തും ഇന്നുമെല്ലാം ഇസ്ലാം സമ്പൂർണമാണ്. ആ സമ്പൂർണമായ ഇസ്ലാമിലേക്ക് പ്രബോധകനായിട്ട് കടന്നു വന്ന ആളുകളുണ്ട്. സ്വന്തം ജീവിതം കൊണ്ട് പ്രബോധനം നയിച്ച ആളുകളുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മളും നമ്മുടെ ജീവിതം കൊണ്ട് ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ജീവിതമാണോ നമ്മൾ നയിക്കുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത്. ഇത്തരം ഉറൂസുകൾ കൊണ്ട് അത്തരം ലക്ഷ്യങ്ങളാണ് കൈവരിക്കാൻ കഴിയേണ്ടത്. ഉറൂസിന് വരിക, പ്രസംഗം കേൾക്കുക, അല്ലെങ്കിൽ അതിന്റെ മറ്റ് കർമ്മങ്ങളിൽ പങ്കെടുക്കുക മാത്രമല്ല, ഇസ്ലാമികമായ ജീവിതം കെട്ടിപ്പടുക്കുക, ചിട്ടപ്പെടുത്തുക എന്നുള്ളത് ഇത്തരം ഉറൂസുകളുടെ ഒരു പ്രധാന ലക്ഷ്യമായിട്ട് നമ്മൾ കാണണം. കാരണം പഴയകാല മഹത്തുക്കളെ അപേക്ഷിച്ച് നമ്മൾ ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ മുസ്ലിങ്ങളുടെ ജീവിത രീതിയിൽ ആകൃഷ്ടരായിക്കൊണ്ട് ആരെങ്കിലും നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുമോ എന്ന് ചോദിച്ചാൽ നമുക്കാർക്കെങ്കിലും അതെ എന്ന് പറയാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ആ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നാലും കർമ്മങ്ങളായിരുന്നാലും അതുപോലെ മറ്റ് ആളുകളുടെ പെരുമാറ്റമായിരുന്നാലും ഒക്കെ അത് മറ്റുള്ളവരെ ആകർഷിക്കുക കൂടി ചെയ്യുന്ന രീതിയിലാണോ നമ്മൾ ജീവിക്കുന്നത്? അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ, മുത്തക്കിയായ ഒരു മുസ്ലിമായി ജീവിക്കുമ്പോൾ മാത്രമേ നമ്മളെ പൂർവികരെ പോലെ അവരെ ആകൃഷ്ടരായിട്ട് ഇസ്ലാമിന്റെ വ്യാപനം സാധ്യമായിട്ടുണ്ടെങ്കിൽ നമുക്കും അതിലൂടെയാണ് ജീവിക്കേണ്ടത്, അതിലൂടെയാണ് കടന്നു പോകേണ്ടതെന്നുള്ള ഒരു തീരുമാനം നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. നമുക്ക് ഇസ്ലാമിനെ കുറിച്ചിട്ട് എന്തെല്ലാം നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, എന്തെല്ലാം നമുക്ക് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്, വിലക്കിയിട്ടുണ്ട്, സ്വർഗാവാസികൾ ആകാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് അനുഷ്ഠിക്കേണ്ടത്, എന്തിനൊക്കെയാണ് വിട്ടുനിൽക്കേണ്ടത്, ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ നരകാവി അവകാശികളായി മാറുന്നത്, അതൊക്കെ നമ്മൾക്ക് ഇസ്ലാം വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ മദ്രസകളിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ മദ്രസകളിലും വിട്ട് നമ്മൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ നമ്മുടെ ഓരോ കർമ്മങ്ങളിലും പ്രവർത്തനങ്ങളിലും ഇസ്ലാമിന് നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നുണ്ട്, ദീനിന് എത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ടത്. നമ്മൾ പലരോടും പറയും ഒരു തലക്കെട്ടോ അല്ലെങ്കിൽ തൊപ്പിയോ അല്ലെങ്കിൽ താടിയിലൊക്കെ വെച്ച് കാണുന്ന ആള് നല്ല ദീനിയാണ് എന്നൊക്കെ നമ്മൾ പലർക്കൊണ്ടും വിശേഷിപ്പിക്കുന്നത്. ചിലപ്പോൾ നേരത്തിൽ നമസ്കരിക്കുന്ന ആളെ കുറിച്ചൊക്കെ പറയും. പക്ഷെ അങ്ങനെയുള്ള ആളുകളെ പോലും അവരുടെ ജീവിതത്തില് ഇസ്ലാമികപരമായ കാര്യങ്ങള് ചിട്ട അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ജീവിതക്രമം
നമ്മൾ എത്രത്തോളം പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇന്നിപ്പോ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ എന്ത് പരിപാടികളായിരുന്നാലും, കർമ്മങ്ങളായിരുന്നാലും, എന്ത് പരിപാടികളായിരുന്നാലും, ആഘോഷ പരിപാടികളായിരുന്നാലും, മറ്റ് പ്രവർത്തന പരിപാടികളായിരുന്നാലും, അതിലൊക്കെ ഇസ്ലാമിന് വലിയ സ്ഥാനം കൊടുക്കാതെ ഇസ്ലാമികമായ മാനങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കണ്ടുവരുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു കല്യാണമായിരുന്നാല്, കല്യാണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ള കാര്യമാണ്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഒരു മുസ്ലിം വിവാഹിതനായാൽ അവരുടെ ജീവിതത്തിന്റെ 2/3 ഭാഗം പൂർത്തീകരിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വിവാഹത്തിന്റെ ഭാഗമായിട്ട് പെണ്ണിനെ കാണുന്നത്, അല്ലെങ്കിൽ പെണ്ണിനെ ഉറപ്പിക്കുന്നത്, അല്ലെങ്കിൽ വരനെ ഉറപ്പിക്കുന്നത് തുടങ്ങി നമ്മുടെ വിവാഹത്തിന്റെ ഓരോ ഘട്ടങ്ങളും ഓരോ പരിപാടികളും എടുത്ത് പരിശോധിക്കുമ്പോൾ അനിസ്ലാമികപരമായിട്ട് അല്ലെങ്കിൽ ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ അറിഞ്ഞോ അറിയാതോ അതിന്റെ ഭാഗമാകുന്നത്. ഇസ്ലാമിനെ വികൃതമാക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ, അത് പെണ്ണിനെ കാണാൻ പോകുന്നത് മുതൽ ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾ, ഒരാൾക്ക് അവന്റെ വിവാഹത്തിന്റെ ഭാഗമായിട്ട് ഒരു പെണ്ണിനെ കാണുന്നത് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ആ പെണ്ണുമായിട്ട് സല്ലപിക്കാനോ, ഫോണിൽ കൂടിയോ നേരിട്ടോ സല്ലപിക്കാനും, അല്ലെങ്കിൽ പിന്നെ റീൽസിന്റെ ഭാഗമായിട്ട് ഫോട്ടോ എടുക്കാനും, അടുത്തിരിക്കാനും, ടൂറ് പോകാനൊന്നും ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല. അത് തീർത്തും അനിസ്ലാമികരമാണ്, ഹറാമാണ് എന്ന് ഇവിടെ ഇരിക്കുന്ന സഹോദരി സഹോദരന്മാർക്കും എനിക്കും ഒക്കെ എല്ലാവർക്കും ബോധ്യമുണ്ട്. പക്ഷെ കാര്യത്തോടടുക്കുമ്പോ അത് കുട്ടികളല്ലേ, മക്കളല്ലേ, അതെന്താ നോക്കാതെ ചിന്തിക്കാതെ നമ്മളൊക്കെ അതിന്റെ ഭാഗമായി തീരുന്നു എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളെ പോലും ബാത്തിലാക്കുന്നു എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടെ കാണണം. ഇപ്പോ നമ്മൾ കാണുന്ന മിഠായി കൊടുക്കലും മുതൽ എല്ലാ കാര്യങ്ങളും, അതിലൊന്നും ഒരു ഇസ്ലാമിയത്വമില്ല. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, അതിനിടയിൽ ഫർദ് നമസ്കാരങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് ഫർദായ കാര്യങ്ങളുണ്ട്, അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഈ പെണ്ണ് കാണൽ മുതൽ വിവാഹത്തിന്റെ സൽക്കാരങ്ങളായാലും, വിവാഹമായിരുന്നാലും, വിവാഹത്തിന്റെ തലേ ദിവസമായിരുന്നാലും ഒക്കെയുള്ള കാര്യങ്ങൾ, നമ്മൾ ചെലവഴിക്കപ്പെടുന്ന പൈസ നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്, എല്ലാ കാര്യത്തിനും എന്താണോ ഇസ്ലാം വിലക്കിയിട്ടുള്ളത് അതിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് നമ്മളിത് പൈസ ഉണ്ട്, പണം ഉണ്ടാവും. നമ്മുടെ ഭർത്താക്കന്മാര്, നമ്മുടെ ഉപ്പമാര്, നമ്മുടെ സഹോദരങ്ങള് ഒക്കെ കഠിനമായി അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തെ വളരെ ലാഘവത്തോടു കൂടി അനിസ്ലാമികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അത് ചെലവഴിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, നാളെ പരലോകത്ത് വെച്ച് നമ്മളെ ചോദ്യം ചെയ്യപ്പെടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന്, നിന്റെ യുവത്വം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട യുവാക്കളും യുവതികളും ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മളെ യൗവനകാലത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ചിന്ത നമ്മളെ അലട്ടുന്നില്ല എന്നുള്ളതാണ് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത് എന്തിനു വേണ്ടി ചെലവഴിച്ചു, നമ്മൾ എങ്ങനെ സമ്പാദിച്ചു, എങ്ങനെ ആ സമ്പാദിച്ചതിനെ നമ്മൾ എങ്ങനെ ചെലവഴിക്കുന്നു എന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നുള്ള ഒരു വിശ്വാസികളായ നമ്മൾ ഈ ഉറൂസ് മുബാറക്കിൽ ഒത്തുകൂടുമ്പോ നമ്മുടെ ചിന്തകൾ അതിലൊക്കെ വേണം. മഹാനായ അലിൽ കൂഫി യമറുല്ലാഹു മർക്കദഹു തങ്ങൾ അവർ കാണിച്ചു തന്ന ആ ജീവിത പാന്താവിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ, ആ ചിട്ടയോട് കൂടിയുള്ള ജീവിതം നമ്മൾ നയിച്ചാൽ മാത്രമേ നമുക്ക് പരലോക ജീവിതം വിജയകരമാകൂ എന്ന ചിന്താഗതി നമ്മളിൽ എപ്പോഴും ഉണ്ടാകണം. വിശ്വാസപരമായ കാര്യങ്ങളിലും കർമ്മപരമായ കാര്യങ്ങളിലും നമ്മൾ മാത്രം അങ്ങനെ ജീവിച്ചാൽ പോരെ, നമ്മളെ മക്കളെയും നമ്മളെ പിന്മുറക്കാരെയും ആ വഴിയിലേക്ക് കൊണ്ടുപോകാതെ നമ്മൾ രക്ഷപ്പെടില്ല എന്ന കാര്യം സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അലിൽ കൂഫി യമറുല്ലാഹു മർക്കദഹു അവരുടെ ഉറൂസ് മുബാറക്കിന്റെ 3-ാം ദിവസത്തെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആശംസകൾ വേണ്ടി ജുമാഅത്ത് പള്ളി ഇമാം ഖാസിം സാദിനെ ക്ഷണിക്കുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലും സദസ്സിലുമുള്ള മാന്യ വ്യക്തിത്വങ്ങളെ, സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, നാട്ടുകാരെ, സഹോദര സഹോദരിമാരെ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മുടെ ഈ നാടിൻ്റെ വെളിച്ചവും ഈ നാടിൻ്റെ എല്ലാ വിജയത്തിനും ഹേതുവായതുമായ മഹാനായ അഷേഖ് അലിയുൽ കൂഫി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഉറൂസിനോടനുബന്ധിച്ചാണ് എന്ന് നാം എല്ലാവരും അറിയുന്നതാണ്. ഇത്തരം ഉറൂസ് കൊണ്ട് അല്ലെങ്കിൽ ഇത്തരം പരിപാടികളെ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളെ കൊണ്ടും അവൻ ഏറ്റവും പ്രധാനമായി ഉദ്ദേശിക്കുന്നത് നമ്മുടെ തഖ്വ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നിസ്കാരം എന്തിനാണ്? നമ്മുടെ തഖ്വ വർദ്ധിപ്പിക്കാനാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗി. നിസ്കാരം അത് മോശവും മ്ലേച്ഛവുമായ എല്ലാ കാര്യങ്ങളെ തൊട്ടും, മോശമായ പ്രവർത്തികളെ തൊട്ടും, മോശമായ ചിന്തകളെ തൊട്ടുമൊക്കെ മനുഷ്യനെ അതിൽ നിന്ന് വിലക്കുന്നു എന്നാണ് പറഞ്ഞത്. അതങ്ങനെ ആയിരിക്കണം, അപ്പോഴേ യഥാർത്ഥ നമസ്കാരമാവുകയുള്ളൂ. അതുപോലെ നോമ്പ്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്കും നിങ്ങളുടെ മുൻഗാമികൾക്ക് നിർബന്ധമാക്കിയതുപോലെ നോമ്പ് നിർബന്ധമാക്കിയത് നിങ്ങൾ തഖ്വയുള്ളവരാവാൻ വേണ്ടി എന്നാണ്. തഖ്വ എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ ഒരുപാട് വളരെ വിശാലമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിലും വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളായ നമ്മുടെ മേൽ, അവന്റെ അടിമകളായ നമ്മുടെ മേൽ നിർബന്ധമാക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഏതൊരു കാര്യം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോഴും അത് അള്ളാഹു തൃപ്തിപ്പെടുന്നതാണോ, അള്ളാഹു കൽപ്പിച്ചതാണോ എന്ന് നോക്കി അത് ചെയ്യുകയും അള്ളാഹു വിരോധിച്ചതാണോ, അള്ളാഹു വെറുക്കുന്നതാണോ, അള്ളാഹു ഇഷ്ടപ്പെടാത്തതാണോ എന്ന് നോക്കിക്കൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും കഴിയുന്ന ഒരു അവസ്ഥ നമുക്ക് വേണം. അപ്പോഴേ നാം യഥാർത്ഥ തഖ്വയുള്ളവരാവുകയുള്ളൂ. അതുപോലെ ഇത്തരം ഉറൂസുകളിലൊക്കെ നാം പങ്കെടുക്കുമ്പോൾ നമ്മുടെ തഖ്വ വർദ്ധിക്കണം. അതിന് പറ്റിയ പ്രവർത്തനങ്ങളും വാക്കുകളും ഇടപെടലുകളും ആയിരിക്കണം നമ്മിൽ നിന്നുണ്ടാവേണ്ടത്. അതിന് വിരുദ്ധമായ വാക്കുകളോ പ്രവർത്തികളോ ചിന്തകളോ നമ്മിൽ നിന്നുണ്ടാവുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുകയും ഇത്തരം മഹാന്മാരുടെ അവരുടെ ഗുരുത്വവും പൊരുത്തവും നമുക്ക് കിട്ടുന്നതിന് പകരം അവരോട് അദബുകേട് കാണിച്ചതിന്റെ ഗുരുത്തക്കേട് പോലും ചിലപ്പോൾ സംഭവിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് നാം എല്ലാവരും ഇത്തരം മഹാന്മാരുടെ സമീപത്തും ഇത്തരം കാര്യങ്ങളുമായൊക്കെ ബന്ധപ്പെടുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ അള്ളാഹു തൃപ്തിപ്പെടുന്ന രീതിയിൽ മാത്രം ഇടപെടണം. ഇത്തരം മഹാന്മാരുടെ ഇത്തരം സാന്നിധ്യങ്ങളിൽ, അവരുടെ സാന്നിധ്യങ്ങളിൽ നാം വരുന്നതും ഇടപെടുന്നതും ഒക്കെ എന്തിനാണ്? അവരുടെ ഒരു അള്ളാഹുവിലേക്ക് അവർ അടുത്തതിന്റെ കാരണം കൊണ്ട് അള്ളാഹു അവരെ ഇഷ്ടപ്പെടുകയും അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും അവർക്ക് വലിയ സ്ഥാനം അള്ളാഹു നൽകുകയും ചെയ്യും. അതിന്റെ പ്രകാരം അള്ളാഹു അവർക്ക് വലിയ കഴിവുകൾ നൽകിയിട്ടുണ്ട്. മരണത്തിന് ശേഷവും അവർക്ക് കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ കഴിയുന്ന രീതിയിൽ അള്ളാഹു അവർക്ക് സ്ഥാനമാനങ്ങളും കറാമത്തുകളും ഉയർത്തി നൽകി. അതുകൊണ്ടാണ് നാം ഇത്തരം മഹാന്മാരുടെ അടുക്കലേക്ക് വരുന്നതും ഇവരുടെ സാന്നിധ്യത്തിൽ ഒരുമിച്ച് കൂടുന്നതും ഇത്തരം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോ ആ രീതിയിൽ ആയിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ആ രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ വാക്കുകളും ഒക്കെ ആക്കി തീർക്കട്ടെ. ഈ മഹാന്മാരുടെയൊക്കെ ഗുരുത്വവും പൊരുത്തവും സമ്പാദിക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ഇത്തരം നല്ല കാര്യങ്ങളെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ വിജയങ്ങളും നാം ഉദ്ദേശിക്കുന്നതിനേക്കാൾ എത്രയോ ഉപരിയായി അള്ളാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ സന്താന പരമ്പര ഖിയാമത്ത് നാൾ വരെ അള്ളാഹു സുന്നത്ത് ജമാഅത്തിൽ അടിയുറപ്പിച്ച് നിർത്തി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പരിപൂർണമായ വിജയം നൽകട്ടെ. നമ്മുടെ ഉറൂസും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അള്ളാഹു പരിപൂർണ വിജയത്തിലേക്ക് എത്തിച്ചു തരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആശംസയ്ക്ക് വേണ്ടി സൈനുദ്ദീൻ തങ്ങളെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട എ നാസർ അവർ, ഈ വേദിയുടെ അധ്യക്ഷൻ മഹല്ല് ജമാഅത്തിൻ്റെ ട്രഷറർ കൂടിയായ അസീസ് കുന്നോത്ത്, മറ്റു നമ്മുടെ മഹല്ലിലെ ഭാരവാഹികൾ, മെമ്പർമാർ, സഹോദരി സഹോദരന്മാർ, ഷെയ്ഖ് അലിയുൽ കുഫി തങ്ങളവറുകളുടെ ഉറൂസിൻ്റെ 3ാമത്തെ ദിവസമാണ്. ഇനി നമുക്ക് 2 നാൾ കൂടി മാത്രമേ ഈ ഉറൂസിന് സമാപനം കുറിക്കുവാനുള്ളൂ. അള്ളാഹു എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയിൽ ഇത് കലാശിക്കട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് എല്ലാവിധ പ്രാർത്ഥനകളും അതോടൊപ്പം തന്നെ അനുഗ്രഹങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആശംസയ്ക്ക് വേണ്ടി മനാർ ഹുദ മദ്രസ സദർ ഉസ്താദ് നവാസ് വാഫി ഉസ്താദിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറെ ബഹുമാനം നിറഞ്ഞ വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു തആല നമ്മെ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നാം ഈ ഉറൂസ് കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ അല്ലാഹു തആല നമ്മെ എത്തിക്കട്ടെ. ഇതിൻ്റെ സംഘാടകരെയൊക്കെ അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. മഹാനായ അലിയുൽ കുഫി തങ്ങളുടെ ഉറൂസ് മുബാറക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് 2 വാക്ക് സംസാരിക്കാൻ അവസരം തന്ന അള്ളാഹുവിനെ ആദ്യമായി ഞാൻ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. മഹാനായ അലിയുൽ കുഫി തങ്ങൾ ഈ നാട്ടിൽ വരികയും മാതൃകായോഗ്യമായ ജീവിതം നയിക്കുകയും ചെയ്തപ്പോ ഈ നാട്ടിലെ നല്ലവരായ ആളുകൾ അത് ഏറ്റെടുക്കുകയും അദ്ദേഹത്തെ പിൻപറ്റുകയും അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങൾ നൽകുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നാട് ഇത്രയും നല്ല പ്രശോഭിതമായി ഇന്നും നിലനിൽക്കുന്നത്. അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ ഈ നാടിനെ ദീനിന്റെ ഇസ്സത്ത് നൽകി ഒരുപാട് സന്തോഷകരമായ ഇസ്ലാമിന്റെ മുഹൂർത്തങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ ആശംസകൾ നിങ്ങൾക്കൊക്കെ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ശ്രദ്ധിക്കുക. KL 17 T7103 KL 17 T7103. അടിയന്തരമായി ആ കാർ അവിടെ നിന്നും മാറ്റി പാർക്ക് ചെയ്യണമെന്ന് അറിയിക്കുന്നു. KL 17 T7103. ആശംസയ്ക്ക് വേണ്ടി പറമ്പത്ത് മഹമ്മൂദിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പരിപാടിയുടെ അധ്യക്ഷൻ മഹല്ല് ജമാഅത്ത് ട്രഷറർ കുന്നോത്ത് അസീസ് സാഹിബ്, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത എ നാസർ സാഹിബ്, ഉസ്താദ് അടക്കമുള്ള മറ്റ് വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, ആദ്യമായി ഇങ്ങനെ ഒരു മഹത്തായ പരിപാടിയിലെ പുണ്യമായ സദസ്സിൽ ഇങ്ങനെ ഒരു അവസരം തന്നതിന് അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം ഈ പരിപാടിയുടെ ഭാരവാഹികൾക്ക് എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നമുക്ക് ഏവർക്കും അറിയാം, സ്വാഗത പ്രാസംഗികനും മറ്റും സൂചിപ്പിച്ചതുപോലെ ഈ മഹത്തായ
നമ്മുടെ അലിൽ കുഫി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ഒരു പ്രദേശത്തുകാരനായതിൽ നാം ഏറ്റവും ഭാഗ്യവാന്മാരാണ്. അദ്ദേഹത്തിന്റെ ചര്യകൾ പിൻപറ്റി ജീവിക്കുവാൻ പടച്ചറബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ വളരെ വിപുലമായ രീതിയിൽ തികച്ചും നമുക്ക് അനുവദിക്കപ്പെട്ട രീതിയിൽ നമ്മുടെ ഉറൂസുകൾ പരിപാടി സംഘടിപ്പിക്കുന്ന നമ്മുടെ മഹല്ല് ജമാഅത്ത് ഏകദേശം ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന പ്രൗഢ ഗംഭീരമായ പരിപാടിയും അതോടെ അന്നദാനത്തോടും വളരെ സൂക്ഷ്മതയോടെ ഒട്ടും അനിസ്ലാമികമല്ലാത്ത നമ്മൾക്ക് അനുവദിക്കാത്ത രീതികളൊന്നും ഉൾപ്പെടുത്താതെ ഇങ്ങനത്തെ ഒരു പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന മഹല്ല് ജമാഅത്ത് കമ്മിറ്റിക്ക് ഭാരവാഹികൾക്കും എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നതോടെ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. കാരണം ജമാഅത്ത് അസ്ർ ഇശാ നിസ്കാരത്തിനുള്ള സമയമായി. ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആശംസകൾ വേണ്ടി റൌഫ് താങ്കളെ ക്ഷണിക്കുന്നു. നമ്മുടെ പരിപാടി ജമാഅത്തിന് ശേഷം പുനരാരംഭിക്കും. ബാങ്ക് കൊടുത്ത ഉടനാണ് നിസ്കാരം. നിസ്കാരത്തിന് ശേഷം നമ്മുടെ പരിപാടി പുനരാരംഭിക്കുന്ന അറിയിക്കുന്നു. ഉറൂസ് മുബാറക്കിന്റെ 3-ാം ദിവസം അല്പസമയത്തിനകം പ്രസംഗവേദിയിലെ നിറസാന്നിധ്യം ബഹുമാനപ്പെട്ട ഉസ്താദ് ഷമീർ ദാരിമി കൊല്ലം മുഖ്യപ്രഭാഷണം നടത്തും. ഇശാ നമസ്കാരത്തിന് ശേഷം ഉസ്താദ് നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇശാ നമസ്കാരത്തിന് ഉടനെ തന്നെ ഉസ്താദിന്റെ പ്രഭാഷണം ആരംഭിക്കും. മുഴുവൻ ആളുകളെയും പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്.